ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം കേട്ടോ. ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഓട്ടം തന്നെ, എങ്കിലും സുഖമായിട്ടിരിക്കുന്നു. പിന്നെന്താ, ഇന്നിനിയിപ്പോൾ രാവിലെ ചേട്ടനും മോനോടെ വാനമൊക്കെ എടുക്കുക. വലിയ മോൻ പണിക്ക് പോയി, പിന്നെ മരുമോൾ ജോലിക്ക് പോയി, മോൾ വിടേണ്ട മോക്ക് നൈറ്റാണ്. അപ്പോൾ ഇനി നമുക്കിത് കഴിഞ്ഞിട്ട് പാറപ്പൊടിയൊക്കെ വരുമ്പോൾ അത് വണ്ടിയിൽ നിന്ന് ഇറക്കിയിടാൻ പോകണം. ഞാനല്ല, ചേട്ടനും മോനും കൂടെ പോത്തുള്ളൂ. പിന്നെ വേറെ എന്താ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ പോരുന്നില്ലേ, വാടക വീടില്ലയോ എടാ, അത് നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞു നേരത്തെ അങ്ങോട്ട് തോട്ടോട്ട് ഇട്ടെന്ന് പറഞ്ഞില്ലേ, അതാ. അപ്പോൾ ഇന്നലെ നമ്മൾ നേരത്തെ താമസിച്ച വീട്ടിലെ ഇന്നലെ ഞങ്ങൾ വീടെല്ലാം ഒഴിഞ്ഞു കഴിഞ്ഞപ്പോൾ താമസിച്ച വീട്ടിലെ ഇന്നലെ എല്ലാം തൂത്തുവാരി തുടയ്ക്കുന്നതൊക്കെ ചേട്ടനെങ്കിൽ വണ്ടിയിലേക്ക് കൊണ്ടുപോയിരുന്നായിരുന്നു, അവർ ഓർത്തില്ല. അപ്പോൾ ഞാനൊരുത്ത് ഓർത്തിട്ട് ചുമ്മാ അതൊന്ന് ഹാള് മാത്രം ഒന്ന് തുടച്ചിട്ടു. അപ്പോൾ ഇനി അതൊന്ന് തുടയ്ക്കണം. അപ്പോൾ മുറിയെല്ലാം ഒന്ന് തുടയ്ക്കണം. പിന്നെ നമ്മൾ അഡ്വാൻസൊക്കെ കൊടുത്ത പൈസ മേടിക്കണം, താക്കോല് തിരിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെ അതിന് പോകണം. പോയിട്ട് പിന്നെ വന്നിട്ട് വേണം ബാക്കി ജോലികൾ. അപ്പോൾ വേറെ എന്താണ്, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ ജോലിയും കാര്യങ്ങളും. ഇനിയിപ്പോൾ രാവിലെ അവർക്ക് കഴിക്കാനായിട്ട് പുട്ടുണ്ടാക്കി കൊടുക്കട്ടെ. പുട്ട് നിനക്ക് പറ്റത്തില്ല? കുഞ്ഞിന് ചോറ് തരാം. അവന് പുട്ട് വേണ്ടാന്ന് പറഞ്ഞു. ചേട്ടനിപ്പോൾ എന്തായാലും മതി. ഞാൻ പറഞ്ഞില്ല, അവിടെ അങ്ങനെ പരാതിയൊന്നുമില്ല, എന്താണേലും മതി ആഹാരം. ഇന്നത് വേണം നിർബന്ധമൊന്നുമില്ല. പിന്നെ വേറെ എന്താണ്, ഫോണ് ഭയങ്കര മങ്ങൽപ്പൊടി. കുറേ തുണികളുണ്ടായിരുന്നു കൂട്ടുകാരെ കഴുകിയിടാൻ. പിന്നെ നമ്മൾ ഇന്നലെ കൊണ്ടുവന്നതും പിന്നെ ഇവിടെ ജോലി ചെയ്തതും പറക്കിയതും എടുത്തതും എല്ലാം വൈകുന്നേരം എല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും അവിടോട്ട് ഇട്ടിട്ട് മാറ്റിയിട്ടുള്ളൂ. രാത്രിയായില്ലേ, പിന്നെ കഴുകാനൊന്നും നടന്നില്ല. പിന്നെ നമ്മുടെ വാഷിംഗ് മെഷീനൊന്നും അത് സെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യങ്ങൾ ഒത്തിരിയില്ല. പിന്നെ ബെഡ്ഷീറ്റൊക്കെ കഴുകാനെ കൊണ്ട് മതി, കാരണം നമ്മുടെ തോട്ടിൽ കൂടി ഇഷ്ടം പോലെ വെള്ളമുണ്ട്. പിന്നെ ബെഡ്ഷീറ്റൊക്കെ പൊക്കി കഴുകാൻ പാടാം, അതിന് വേണ്ടി നമ്മൾ ഇനി അങ്ങനെ ഇടും, അതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് കുഴപ്പമില്ല. പിന്നെ വേറെ എന്താണ്, ഒക്കെ തന്നെ. ബാക്കി ഇനി ജോലികളൊക്കെ പറയാൻ നടക്കുമ്പോൾ ജോലിയൊക്കെ കാണിക്കാം കേട്ടോ. നമ്മൾ രാവിലെ ഇവിടെ ചേട്ടനും മോനും കൂടെ ജോലിയിലാണ് കൂട്ടുകാരെ. ഇത് ഇന്നലെ പറിച്ച ആത്തക്കയാണേ, അത് പഴുത്ത് കേട്ടോ. ഇതെവിടെ നിന്ന് വെട്ടം വരുന്നേ ഭയങ്കരമായിട്ട്. അപ്പം അത് നമുക്ക് കഴിക്കും. ഇങ്ങനെ വീഡിയോയിൽ കാണിച്ചായിരുന്നു. പഴുത്ത ആത്തക്ക ഇങ്ങനെ ഞെടുപ്പെടുത്തിട്ട്, വരുന്നില്ലല്ലോ ഒന്ന് തല്ലി അലയ്ക്കുന്നില്ല. പിച്ചാത്തി വേണ്ടാവില്ലേ, പറ്റൂ പിച്ചാത്തി. കണ്ടോ, ഇതിവിടെ ആരും കഴിക്കത്തില്ല. ഞാനും എൻ്റെ കൊച്ചുമോനുമേ കഴിക്കത്തുള്ളൂ കേട്ടോ, വേറെ ആർക്കും വേണ്ട. മൂക്കൊക്കെ ഇത് അളിഞ്ഞിരിക്കുന്നു പറയും, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനൊന്നുമില്ല. വേണ്ട അരച്ചക്ക കഴിച്ചോ, എല്ലാ കൂട്ടരും ഇഷ്ടമുള്ള എല്ലാ കൂട്ടരും ഞാൻ കഴിച്ചു. നീർച്ചാമ്പ ഇതിന് പകുതി ഞാൻ തിന്നിന്നലെ. അപ്പോൾ 2 എണ്ണം മൂത്ത മോൻ പണി ചെയ്യുന്നിടത്തുനിന്ന് കൊണ്ടുവന്നതാണ്. അയ്യോ തറയപ്പോയി. അപ്പോൾ ഇവിടെ ആർക്കും വേണ്ട, ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമില്ല. എനിക്കാണ് ഇതും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കൊച്ചുമോന് കൊടുത്തപ്പോൾ അവനും വേണ്ട, അമ്മൂമ്മ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഇവിടുത്തെ മക്കളാരും തിന്നുന്നില്ല. പിന്നെ മൂത്ത മോന് ഇങ്ങനെയൊക്കെ ഉള്ളത് കാണുമ്പോൾ പറക്കിക്കൊണ്ട് വരും, ഞാൻ കഴിക്കുമെന്നറിയാം. അപ്പോൾ ഇന്നലെ ഞാനിതിൻ്റെ പകുതി കഴിച്ചു, എന്നാലും ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇപ്പോൾ ഇത് ബാക്കിയിരുന്നതാണ്. അപ്പോൾ ഇത് കഴിക്കട്ടെ. കുട്ടികൾക്ക് ഇഷ്ടമാണല്ലോ, നല്ല ടേസ്റ്റാണ്. അവർക്ക് പുട്ടുണ്ടാക്കി കൊടുക്കട്ടെ കേട്ടോ.
രാവിലെ പുട്ടുണ്ടാക്കിയതിന് ശേഷം ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ചോറും സാമ്പാറും മെഴുക്കുവരട്ടി ബീൻസ് തോരന് ഇന്നലെ വാങ്ങിച്ച ചിക്കൻ്റെ ഒരു ഇച്ചിരി എടുത്ത് ഞാൻ മാറ്റി വെച്ചായിരുന്നു. അത് 2 ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ട് കറിയും വെച്ചു. ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ആഹാരം. വീട്ടിൽ ചോറും കറിയൊക്കെ വെച്ചതിന് ശേഷം 2 മണിയൊക്കെ ആയപ്പം ഞാനും ചേട്ടനും കൂടെ നമ്മൾ താമസിച്ച വീട്ടിൽ പോയി. അവിടെ വീട് ഒന്നുകൂടെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞില്ലേ കൂട്ടുകാരെ, നല്ലപോലെ ക്ലീൻ ചെയ്തില്ലായിരുന്നു. ഇങ്ങനെ തോർത്ത് വെച്ച് ഞാനൊരുവിധം തുടച്ചിട്ടതേ ഉള്ളായിരുന്നു. ബാക്കിയുള്ള മുറികളൊക്കെ വൃത്തിയാക്കണമായിരുന്നു. തുടച്ചാൽ മതി, ബാക്കിയെല്ലാം വൃത്തിയാക്കി തൂത്തുവാരി ഇട്ടിരുന്ന ചരടുവലയെല്ലാം അടിച്ച്. അപ്പം നമ്മൾ കയറി വരുന്ന ഒരു ഹാള്, പിന്നെ 2 മുറി, പിന്നെ ആഹാരം കഴിക്കുന്ന ഒരു മുറി, അടുക്കള, ഇത്രയുമാണ് ആ വീട്ടിലെ റൂമുകളൊക്കെ. അപ്പോൾ അതെല്ലാം തുടച്ച് വൃത്തിയാക്കി. ഇപ്പോൾ ചേട്ടനാ വീഡിയോ പിടിച്ചത് കേട്ടോ. ഞാൻ ജോലി ചെയ്തുകൊണ്ട് എളുപ്പം ഒരു വീഡിയോ പിടിച്ചേക്കണേ. അന്നേരം നമ്മൾ ഈ വീട്ടിലോട്ട് വരുന്നില്ലല്ലോ, അപ്പോൾ ഈ വീടൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ കിടക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ചേട്ടൻ വീഡിയോ എടുത്ത് തന്നു. പിന്നെ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അമ്മാമ്മയും അച്ഛനും വന്നായിരുന്നു. പിന്നെ അവരങ്ങ് പോയി. വൃത്തിയാക്കിയിട്ട് താക്കോൽ കൊണ്ട് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. അന്നേരം പൈസയും തരാമെന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ തുടയ്ക്കുന്നതില്ലായിരുന്നു. തുടയ്ക്കുന്നതങ്ങ് അവർ വണ്ടിയെല്ലാം കൊണ്ടുപോയി ഓർത്തില്ല. നേരത്തെ ഓർത്ത് വെച്ച് നമ്മുടെ ഈ കയറുന്ന മുറി മാത്രമുള്ള ടൈല്, ബാക്കിയെല്ലാം ചുമന്ന പെയിൻറ്റിൻ്റെ ആയിരുന്നു. അപ്പോൾ ആ മുറി മാത്രം ഞാൻ തോർത്ത് വെച്ച് തുടച്ചിട്ടിട്ടായിരുന്നു പോയത്. പിന്നെ ബാക്കി മുറിയും പിന്നെ ഈ മുറിയും കൂടെ വന്ന് നല്ലതായിട്ട് തുടച്ച് പിന്നെ അച്ഛനും അമ്മാമ്മയും വന്നായിരുന്നു. വന്നിട്ട് അവർക്ക് വീടൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, പിന്നെ താക്കോലും കൊണ്ട് കടയിലോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടൻ പിന്നെ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയി. ഞാൻ പറഞ്ഞില്ലേ, നാത്തൂൻ്റെ ഗ്യാസായിരുന്നു ഞങ്ങളുടെ കയ്യിലിരുന്നത്. അപ്പോൾ അത് അവൾക്ക് കൊടുക്കാനായിട്ട് ചേട്ടൻ അങ്ങോട്ട് പോയി. അപ്പോൾ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോവും. അങ്ങനെ നമ്മൾ താമസിച്ച നമ്മുടെ വീട് ഒഴിഞ്ഞു കൊടുത്തിട്ട് ഇനി നമ്മൾ നമ്മുടെ വീട്ടിൽ പോയി. ഇന്നലെ നമ്മൾ വീട്ടിൽ പോയി. അങ്ങനെ വീടെല്ലാം തൂത്തുവാരി വൃത്തിയാക്കി ഇട്ട് കൊടുത്തു. പിന്നെ ഇനി വീട്ടിലോട്ട് പോവാം.